നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 9, 10, 11 തീയതികളിൽ 3 രാശിക്കാർക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 9 രാവിലെ 9:29 AM മുതൽ മാർച്ച് 11 രാത്രി 10 മണി PM വരെ ആണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. ചിങ്ങം, കുംഭം, മീനം ഈ 3 രാശിക്കാർക്ക് 5ഓളം ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഓരോ രാശിക്കാരെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയ പരിപാടിയുണ്ട്, അതും ചെയ്യുക. അപ്പോൾ ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് 5 പാപഗ്രഹങ്ങളാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശരിയാണ്, വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ശരി, ശുക്രന് അനുകൂലമാണ്. എങ്കിലും പൊതുവെ ഈ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇവിടെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്, ഡയറക്റ്റായിട്ട് അനുകൂലവുമില്ല. പിന്നെ ഇവർക്ക് 7ാം ഭാവത്തിലാണ് 3 പാപഗ്രഹങ്ങൾ വരുന്നത്. ഓക്കെ, ബുധനും 7ാം ഭാവത്തിൽ പ്രതികൂലമാണ്. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ അഷ്ടമത്തിൽ ശനിയുമാണ്. ഓക്കെ, ശിഖി ജന്മത്തിലും ബുധൻ 7ാം ഭാവത്തിലും നിൽക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക, നാവ് പിഴ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വിവേകപൂർവ്വം പരിഹരിക്കുക. പിന്നെ ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച അഷ്ടമശനിയാണ്, അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വാഹന അപകടം മാത്രമല്ല, യന്ത്രസാമഗ്രികൾ കൈകാര്യം ചെയ്യുമ്പോഴും അഗ്നി, തീ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഇവർക്ക് ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ഈ 5 പാപഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലവുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4ാം ഭാവത്തിലാണ് ചന്ദ്രൻ, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. എങ്കിലും ഈ ദിവസങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കുക. കഴിവതും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്കും 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. മൊത്തം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇവർക്കും ചന്ദ്രനും ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ലഗ്നത്തിൽ 3 പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ, ചിങ്ങം രാശിയിൽ പറഞ്ഞ പോലെ തന്നെ അപകടങ്ങൾ, വീഴ്ച ഉണ്ടാവാം. അത് സാധാരണ നടന്നു പോകുമ്പോൾ തന്നെ ഒന്ന് തട്ടിമറിഞ്ഞ് വീഴാനുള്ള സാധ്യത. പിന്നെ ഉയരങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വാഹന അപകടം ശ്രദ്ധിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം.
അപ്പോൾ ഒരു ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പനും, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ സംസാരമൊക്കെ നിയന്ത്രിക്കുക. കാരണം 12ാം ഭാവത്തിലാണ് ബുധൻ. ശിഖയും ഇവിടെ പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപകടങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ പാലിക്കുക. എങ്കിലും ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യമൊക്കെ മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി മീനം രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്കും 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് 4 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അതിൽ 3 പാപഗ്രഹങ്ങളാണ്. സൂര്യൻ, ചൊവ്വ, സർപ്പം, ബുധനും പ്രതികൂലമാണ്. അപ്പോൾ അതുകൂടാതെ ജന്മശനിയുമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അപകടങ്ങൾ ശ്രദ്ധിക്കുക, തീപ്പൊള്ളൽ, പിന്നെ ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കൂടാതെ ശനി ജന്മശനി ആയതിനാൽ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പനും, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശുക്രൻ അനുകൂലമാണ്, ശിഖി അനുകൂലമാണ്. എങ്കിലും പൊതുവേ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. 9, 10, 11 തീയതികളിൽ. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ എല്ലാത്തിനും തടസ്സങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ മോശമല്ലാത്ത രീതിയിൽ, ആരോഗ്യവും അല്പം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 രാശിക്കാരും വളരെയധികം കരുതലോടെ മുന്നോട്ട് നീങ്ങുക. ഇതെല്ലാം ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.